വലിയ ദുരന്തമുണ്ടായത് 3 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അഷ്റഫ്, ജബ്ബാർ, ബഷീർ എന്നിവരാണ് മരിച്ചത്. 2 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. ആശുപത്രിയിൽ നിന്നും വിവിധ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആ അപകടത്തിൽ നിന്ന് 3 പേരുടെ ജീവൻ ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പ്രതിപക്ഷത്തിൻ്റെ അനാസ്ഥയാണോ? പ്രതിപക്ഷം സമരം ചെയ്യാത്തതുകൊണ്ടാണോ? പ്രതിപക്ഷം സമരം ഇത് ഉയർത്തി കാണിക്കാത്തത് കൊണ്ടാണോ? അതെ, നിങ്ങളിപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. നിങ്ങളെ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു, സഹപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിൻ്റെ ഷട്ടർ നിങ്ങൾ പരിശോധിക്കും. 1 മാസം പോലും പഴക്കം അതിനില്ല. 5 ദിവസം മുമ്പ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന അൺഫിറ്റ് ആയിട്ടുള്ള ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രതിപക്ഷത്തിനാണ്, ഭരണപക്ഷത്തിനല്ലേ? അത് പരിശോധിക്കേണ്ട കടമ അവർക്കല്ലേ? ഞങ്ങൾക്ക് ഇതിനെതിരെ കോർപ്പറേഷൻ കൗൺസിലിൽ ശക്തമായി 26, 27, 28 ദിവസങ്ങളിൽ നടക്കുന്ന, ഇപ്പോൾ ഞങ്ങൾ വരുന്നത് വികസന സെമിനാറിൽ നിന്നാണ് അല്ലേ? വികസന സെമിനാറിൽ വരും കാലത്തുള്ള വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർപ്പറേഷൻ കൗൺസിൽ വിളിച്ചു ചേർത്ത സെമിനാറിൽ നിന്നാണ് കടന്നു വരുന്നത്. അവിടങ്ങളിലൊക്കെ നിങ്ങൾ ആ പേജും പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ എന്നോ പൊളിക്കാനുള്ള ഓർഡർ മാറ്റി പുതിയ DPR തയ്യാറാക്കി അവിടെ പുതിയ പദ്ധതി കൊണ്ടുവരേണ്ട ആലോചിക്കുന്നൊരു യോഗത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ 3 പേരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ, യാതൊരു സംശയവുമില്ല. ഈ 3 പേരുടെ ജീവന് പകരം വെക്കാൻ ഈ നഷ്ടപരിഹാരം കൊണ്ടൊന്നും ആവില്ല. എന്നിരുന്നാലും ഇത് വരുത്തി വെച്ച വിനയാണ്, ഇത് വരുത്തി വെച്ച കൊലപാതകം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് കോർപ്പറേഷൻ ഭീമമായ നഷ്ടപരിഹാര തുക അവർക്ക് കൊടുത്തേ പറ്റൂ, യാതൊരു സംശയമില്ല. പ്രതികരണത്തിൽ വ്യക്തമാണ്.